ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ കുറേ നാളത്തെ ഒരു ബ്രേക്കിന് ശേഷമാണ് വീണ്ടും വീഡിയോ ചെയ്യുന്നത്. ഞാൻ മനഃപൂർവ്വമല്ല, കുറേ തിരക്കൊക്കെ വിട്ട് കാരണം വീഡിയോസൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇന്ന് പാരജിത്തിൻ്റെ തങ്കലാൻ എന്ന് പറഞ്ഞൊരു മൂവി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സിനിമനെ കുറിച്ചാണ് ഞാനിതിൽ പറയുന്നത്. ആ ഒരു പേര് പോലെ തന്നെ തങ്കലാൻ എന്ന് പറഞ്ഞാൽ സ്വർണ്ണമായി ബന്ധപ്പെട്ടൊരു കഥയാണ്. അതായത് നമ്മളുടെ കോളാർ എന്ന് പറഞ്ഞ സ്ഥലമില്ലേ, കെ ജി എഫ് ആക്കുന്ന കോളാർ ഗോൾസിംഗ്. അപ്പോൾ അതിൻ്റെ തന്നെ മുമ്പത്തെ ഒരു സ്റ്റോറിയാണ് ഇതിൽ പറഞ്ഞു പോകുന്നത്. ഒരു 80s ഒക്കെ അവസാനമായിട്ടുള്ള അങ്ങനെ നടക്കുന്നൊരു കഥയായിട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, കാരണം സ്വർണ്ണം മിക്ക സ്ഥലങ്ങളിലും കണ്ടുപിടിക്കാനായിട്ട് ഭയങ്കര കുറേ സംഭവങ്ങൾ, ഭയങ്കര സാക്രിഫൈസസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുമാതിരി ഇവിടെ ഇന്ത്യയിൽ കോളാറിൽ എങ്ങനെയാണ്, അതായത് കോളാറിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എങ്ങനെയായിരുന്ന രീതിയിൽ കാണിക്കുന്ന ഒരു കഥയാണ് ഈ ഒരു തങ്കലാൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൽ മെയിൻ ക്യാരക്ടർ വിക്രമിൻ്റെ ആളുടെ പേരാണ് തങ്കലാൻ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ പാർവതി തിരുവോത്ത് ഒരു മെയിൻ റോൾ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് എടുത്തു പറയുന്നത് മാളവിക മോഹനാണ്. കാരണം പുള്ളിക്കാരി ഇതിന് ആരതി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരു രക്ഷയില്ല. കാരണം മാളവിക മുമ്പ് ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളും കൂടുതലായിട്ട് ആൾ ഈ ഒരു സിനിമയിലെ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ചെയ്ത പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. കാരണം അത്ര ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. കാരണം ഇതിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഗോൾഡ് ഫീൽഡ് നടക്കുന്ന ഒരു കഥ മാത്രമല്ല, പല വിശ്വാസങ്ങളും അങ്ങനെ കുറേ സംഭവങ്ങൾ മിക്സ് ചെയ്തിട്ടാണ് പാരഞ്ജിത്ത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഈ ആരതി എന്ന് പറഞ്ഞ ക്യാരക്ടർ അത്രയും ഡെപ്ത് കൊടുത്തിട്ടുണ്ട്. അത് പ്രസൻറ്റ് ചെയ്ത് അവതരിപ്പിക്കാനായിട്ട് ആളുകൾക്ക് അസാധ്യമായിട്ട് സാധിച്ചിട്ടുണ്ട്. എനിക്ക് ഇതിനു മുമ്പ് അത്രയും മാളവിക അത്രയും ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സിനിമ എന്നുള്ള രീതിയിൽ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ ഇതിൽ പുള്ളിക്കാരി കിഡിലനായിരുന്നു. പിന്നെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് നോക്കുകയാണെങ്കിൽ ജി വി പ്രകാശ് നല്ല സോങ്സ് ആണ് എന്നെ കൊടുത്തിരിക്കുന്നത്. പക്ഷെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പല സ്ഥലങ്ങളിലും മിസ്മാച്ച് ആയ പോലെ തോന്നി എനിക്ക്. കാരണം ചില സീൻ വരുമ്പോൾ അതിന് ഒട്ടും മാച്ച് ആവാത്ത പോലെ തന്നെ. പക്ഷെ കുഴപ്പമില്ല, മ്യൂസിക്കും കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. പിന്നെ മൊത്തത്തിൽ ഇതിന്റെ ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റി എടുത്ത് നോക്കുകയാണെങ്കിൽ ഗംഭീരമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിലെ VFX ഒക്കെ, അതായത് ഇതിൽ പല സീരീസിലും ഇങ്ങനെ കുറെ പാമ്പിൻ്റെ ഇതൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഒറിജിനൽ ആയിട്ട് തന്നെ തോന്നുന്ന രീതിയിൽ അത്രയും VFX നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ എഡിറ്റ് എല്ലാം, അതായത് ടെക്നിക്കലി സൂപ്പറാണ് ഈ സിനിമയിൽ, ഒന്നും പറയാനില്ല. പിന്നെ ഇത് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാരഞ്ജിത്തിന്റെ മുമ്പത്തെ സിനിമകളുണ്ട്, അതിൽ നിന്ന് ആളുടെ ഒരു സ്റ്റൈൽ ഓഫ് പാറ്റേൺ ഒന്നും മാറിയോ എനിക്ക് തോന്നി. അത് ഞാൻ എടുത്തു പറയുകയാണെങ്കിൽ സീൻ ബൈ സീൻ പറയുകയാണെങ്കിൽ സ്പോയിലറായി പോകും. നിങ്ങൾ ഈ സിനിമ എന്തായാലും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഇതിനു മുമ്പ് പുള്ളിക്കാരൻ ചെയ്തിരിക്കുന്ന ഒരു വലിയൊരു സിനിമ എന്ന് പറയാനുള്ള സർപ്പാട്ടെ പരമ്പരയാണ് പ്രൈമി ചെയ്തിട്ടുള്ളത്. അതിനുശേഷം 1-2 ചെറുത് വന്നിട്ടുണ്ട്. അതിനുശേഷം പിന്നെ വലിയൊരു ബജറ്റോടുകൂടി വരുന്ന സിനിമയാണ് ഈ തങ്കലാൻ. ആ ഒരു സിനിമയിൽ വരുമ്പോൾ ആളുടെ ഒരു ഡയറക്ടോറിയൽ സ്റ്റൈൽ തന്നെ മാറിപ്പോയി. അത് നല്ല രീതിയിൽ എടുക്കാൻ ആണെങ്കിൽ ചില ആൾക്കാർക്ക് ഡിസപ്പോയിന്റ് ചെയ്യും. കാരണം ആളൊരു ഓൾഡ് സ്റ്റൈൽ മാറിയിട്ടുണ്ട്. എന്നാലും എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തിയേറ്ററിൽ ഒരു സമയം കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. പ്രത്യേകിച്ച് തിയേറ്റർ എക്സ്പീരിയൻസിനുള്ള കുറേ സംഭവമുണ്ട്. പ്രത്യേകിച്ച് അതൊരു വിഷ്വൽ ഗംഭീരമായിട്ട് നല്ല വിഷ്വൽ ക്വാളിറ്റി ഉണ്ട് ആ ഒരു സിനിമ മൊത്തത്തിൽ. കാരണം അത് തിയേറ്ററിൽ തന്നെ കാണുന്ന ഒരു കോണ്ടന്റ് ആണ്. പക്ഷെ അത് കാണാൻ വേണ്ടിയെന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. കാരണം അതൊരു എന്റർടൈൻമെന്റ് മൂവി എന്നൊന്നും പറയാനൊന്നും പറ്റില്ല. അതിന് പല സമയങ്ങളിലും ഭയങ്കര സ്ലോ ഒക്കെ ആയിട്ടാണ് പോകുന്നത്. ആ ടൈപ്പ്, അതായത് പാരന്റിന്റെ സിനിമകൾ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ. അതല്ലാതെ ഈ നിങ്ങൾ ഭയങ്കരമായിട്ട് ഒരു എന്റർടൈൻമെന്റ് പടം അങ്ങനെ നോക്കിപ്പോയാൽ എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമാവും തോന്നുന്നില്ല. പക്ഷേ കുഴപ്പമില്ല, എനിക്ക് തിയേറ്ററിൽ വാച്ച് ചെയ്തപ്പോൾ അത്ര മോശമായിട്ടൊന്നും തോന്നിയില്ല. അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തങ്കലാൻ എന്ന് പറഞ്ഞ ഒരു സിനിമ കണ്ടപ്പോൾ തോന്നിയത്. പിന്നെ നമ്മളുടെ ഈ സിനിമ കാണുന്ന സമയത്ത് നമ്മൾ ഗോട്ടിനൊക്കെ ഇടയ്ക്ക് സംഭവങ്ങളൊക്കെ പ്ലേ ചെയ്യുന്ന വേണ്ടി ഗോകുലം മൂവീസിൻ്റെ ഒക്കെ ഇതുണ്ടായിരുന്നു, ഒരു തിയേറ്റർ ഓണേഴ്സിനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അതൊക്കെ പ്രതീക്ഷിച്ച് പോയി. കാരണം ഈ രണ്ടും എടുത്തിരിക്കുന്ന ഒരേ പ്രൊഡക്ഷൻ കമ്പനിയാണല്ലോ ഇവിടെ കേരളത്തിൽ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നത്. അങ്ങനെയൊന്നും ഉണ്ടാവുന്നില്ല. അതൊക്കെ നമ്മുടെ ഒരു തിയേറ്ററിലുള്ള ഭാഗ്യം പോയിരിക്കും. ഞാൻ പോയി തിയേറ്ററിൽ വന്നാൽ അത് ഷോ തന്നെ തുടങ്ങിയത് ഭയങ്കര ലേറ്റ് ആയിട്ടായിരുന്നു. അതും അതിനേക്കാളും വലിയ തമാശ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പോയ തിയേറ്ററിൽ ഒരു ബുക്ക് മൈ ഷോ ഇട്ടിരുന്നത് മലയാളം ഷോ എന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഇവിടെ വീടിനടുത്തുള്ള ബാക്കി തിയേറ്റേഴ്സൊക്കെ മോശം സ്ക്രീനുകളാണ്. അപ്പോൾ ഈ ഒരു തിയേറ്റർ മാത്രമേ നല്ലതുള്ളൂ. അവിടെ ആണെങ്കിൽ മലയാളം, പിന്നെ മലയാളം എന്ന് വെച്ച് പോയപ്പോൾ കണ്ടത് തവണയാണ് ശരിക്കും. പക്ഷെ അവർ ബുക്ക് മൈ ഷോയിൽ ഇട്ടാലെന്തോ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു. പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല. എന്തായാലും ഷോ തുടങ്ങിയതും 10 മിനിറ്റോളം ലേറ്റ് ആയിട്ടായിരുന്നു. 10 മണി ഷോക്ക് ഞാൻ പോയിട്ട് 10 കഴിഞ്ഞു പടം തുടങ്ങി. അപ്പോൾ ഇതാണ് എനിക്ക് തങ്കലാൻ കണ്ടപ്പോൾ തോന്നിയത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഒരു ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.